വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വേതന വർധന പ്രഖ്യാപിച്ചതിന്റെ ആഘോഷത്തിൽ ആശാപ്രവർത്തകർ 266 ദിവസത്തോളം സമരമിരുന്ന സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരവേദി നിലനിന്നിരുന്ന ഇടത്ത് പായസം വെച്ചാണ് ആഹ്ലാദം പങ്കുവച്ചത്. ആശാ കേരളം വിജയപാതയിൽ മുന്നോട്ട് എന്ന ശീർഷകത്തിലായിരുന്നു പരിപാടി. കൊടിക്കുന്നിൽ സുരേഷ് എം.പി, നടൻ പ്രേംകുമാർ എന്നിവരും സംഗമവേദിയിലേക്ക് എത്തി. സുനിഷ അയലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആശമാരുടെ ചരിത്രപരമായ സമരമാണ് 266 ദിവസത്തോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടതെങ്കിൽ ഇപ്പോൾ ഇതാ ആ സമരം വിജയം കണ്ടതിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനം അല്ലെങ്കിൽ ആഘോഷ സംഗമമാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അന്നും ഇതേ രീതിയിൽ ആശമാരെ എത്തിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധ പരിപാടികൾ, വ്യത്യസ്ത തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നമ്മൾ കണ്ടതാണ്. ആശാ കേരളം വിജയപാതയിൽ മുന്നോട്ട് എന്ന പേരിൽ ഇതാ വലിയൊരു ആഹ്ലാദ പ്രകടനം, ആഘോഷ സംഗമം തന്നെ ഇവിടെ നടക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ നേരത്തെ എല്ലാം കണ്ടതാണ്. ആശമാരുടെ സമരവേദിയിൽ പലപ്പോഴും കഞ്ഞിവെച്ചും അവരുടെ ഭക്ഷണമൊക്കെ അതേ വേദിയിൽ തന്നെ ഉണ്ടാക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായി ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ആഘോഷത്തിൽ പായസം വെച്ചുകൊണ്ട് മധുരം വിളമ്പിക്കൊണ്ടുള്ള ഒരു ആഘോഷം കൂടിയാണ് ഇവർ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാം. ഇപ്പോൾ സേമിയ പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നേരത്തെ നമ്മൾ സമരസമയത്ത് കഞ്ഞി വെച്ചും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പ്രതിഷേധ കഞ്ഞി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള പായസം കൊടുക്കുകയാണ്. എന്ത് തോന്നുന്നു? ഇപ്പോൾ സന്തോഷമുണ്ട്. കാരണം 266 ദിവസം ഇരുന്ന ശേഷം ഞങ്ങൾക്ക് ഈ സമരം നടത്തിയതിലൂടെ 5000 രൂപയുടെ വർധനം ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അത് ഞങ്ങൾക്ക് സന്തോഷമാണ്. 1 രൂപ പോലും കൂട്ടുമില്ലെന്ന് പറഞ്ഞ സർക്കാരിനെ കൊണ്ട് 2000 രൂപവും പുതിയതായി ചാർജ് എടുക്കുന്ന സർക്കാരിനെ കൊണ്ട് 3000 രൂപവും തുടക്കത്തിൽ തന്നെ അവർ ഭരണാധികാരം ഏറ്റ ദിവസം തന്നെ 3000 രൂപ വർദ്ധിപ്പിച്ച് അങ്ങനെ 5000 രൂപയുടെ വർധനം ഉണ്ടാക്കിയതിൽ ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. ഒരുപാട് പ്രതിസന്ധി നേരിട്ട് നേടിയ വിജയമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരിന് വർഷത്തിൽ 1000 രൂപ വെച്ച് കൂട്ടിയിരുന്നെങ്കിൽ പോലും 10000 രൂപ അവർക്ക് എന്നേ കൂട്ടാമായിരുന്നു. പക്ഷെ അവർ തൊഴിലെടുക്കുന്ന സ്ത്രീകളോട് വെല്ലുവിളി നടത്തുക ചെയ്തത്. അവർ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ഒരുപാട് പൈസ ചെലവഴിച്ച് അവർ കേരളീയം നടത്തി, എല്ലാ സംഭവങ്ങളും നടത്തി, രണ്ടാമത്തെ ഒരു വാർഷികം 10ാം വാർഷികത്തിന്റെ ആഘോഷങ്ങളും ഒക്കെ നടത്തി അവർ പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഈ വെയിലത്തും മഴയിലുമായിരുന്നത്. ഇപ്പൊ അവർക്ക് തോന്നുന്നുണ്ട്, അതിലും പൂർണ്ണമായിട്ടുമില്ല. മന്ത്രി ബാലഗോപാൽ പിന്നെയും പറഞ്ഞത് മല എലിയെ പ്രസവിച്ചു. എന്താ ഈ 10 വർഷം ഭരിച്ചപ്പോൾ ഇവർക്ക് നല്ലോണ്ടൊന്ന് പ്രസവിച്ചുകൂടായിരുന്ന എങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്ന? ഇപ്പൊ ചാപിള്ളയായി പോയില്ലേ അവര്? ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, അല്ല അവരുടെ ധാർഷ്ട്യം കാണിക്കാനുള്ളതല്ല. 21,000 എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇവരുടെ ആവശ്യം. അതുകൊണ്ട് അത് നേടിയെടുക്കും വരെ ഇതേ രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷെ ഘട്ടം ഘട്ടമായി ഉയർത്തുമെന്നുള്ളതാണ് വി.ഡി. സതീശൻ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിനോടുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ആശാവർക്കർമാർ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആഘോഷ സംഗമം നടത്തുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണ, റിപ്പോർട്ടർ സുനിഷ അയ്യലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.